ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. ഓണ സ്പെഷ്യലായിട്ട് 2 തരം ചെടികളുടെ സീഡുകൾ ഫ്രീ ആയി നൽകുന്നു. പ്ലാന്റ്സ് വാങ്ങിക്കുന്ന എല്ലാവർക്കും ആവശ്യമുണ്ടെങ്കിൽ. റെസ്പോളിയാണ് 20 രൂപയാണ് വില വരുന്നത്. അടുത്തത് വാട്ടർ ബിഗോണിയാണ്. വാട്ടർ ബിഗോണിയ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ വളരുന്നതല്ല, ഇത് ഹാങ്ങിങ് ആയിട്ട് ഉള്ളതാണ്. ഇതിൻ്റെ കട്ടിങ്സ് 10 രൂപയാണ്. അടുത്തത് ഇത് ഹാങ്ങിങ് ബിഗോണിയ ഇനത്തിലുള്ളത്. ഇതും ഒരു ബിഗോണിയാണ്. ഇത് റൂട്ടട്ടാണ്, 20 രൂപയാണ്. അടുത്തത് ഇതൊരു ജസ്റ്റീഷ്യ വർഗത്തിൽപ്പെട്ട ഒരെണ്ണം ഇലച്ചെടിയാണ്. നല്ല ബുഷായിട്ട് ഇതുപോലെ വെട്ടി നിർത്താൻ പറ്റിയ ഒരു ചെടിയാണ്. ഇതിന് കട്ടിങ്സ് 10 രൂപയാണ്. ഇത് ലക്കി ബാമ്പു ആണ്. ഇതിൻ്റെ കട്ടിങ്സും 10 രൂപയാണ് വില വരുന്നത്. അടുത്തത് ഇത് ചീരച്ചെടി എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചെടിയാണ്. 10 രൂപയാണ് കട്ടിങ്സിന്. ഇത് ഏഞ്ചൽ പോത്തോസ് ആണ്. ഇതിൻ്റെ കട്ടിങ്സ് 10 രൂപ. അതുപോലെ ഇതും ഒരു പോത്തോസ് ആണ്. ഇതിൻ്റെ കട്ടിങ്സിനും 10 രൂപയാണ് വില വരുന്നത്. അടുത്തത് സിൽവർ പോത്തോസ് ആണ്. ഇതിൻ്റെ കട്ടിങ്സിന് 15 രൂപയാണ് വില വരുന്നത്. ചെടികൾ ആവശ്യമായവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. അടുത്തത് ഒരു പോത്തോസ് ആണ്. ഇതിൻ്റെ കട്ടിങ്സിന് 10 രൂപയാണ് വില വരുന്നത്. അടുത്തത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഞങ്ങൾ നാട്ടിലിവിടെ കാബേജ് ചെടി എന്ന് പറയും. ഇതിൻ്റെ കട്ടിങ്സിന് 10 രൂപയാണ് വില വരുന്നത്. അടുത്തത് ഫിലോഡെൻഡ്രോൺ ആണ്. ചട്ടിയിൽ ബുഷായിട്ടിരിക്കുന്ന നാരോ ലീഫായിട്ടുള്ള ഫിലോഡെൻഡ്രോൺ ആണ്. 25 രൂപയാണ് ഈ ഒരു സെറ്റിന് വില വരുന്നത്. അടുത്തത് പെപ്പറോമിയ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ തൈകൾക്ക് 15 രൂപയാണ് വില വരുന്നത്. പെപ്പറോമിയയാണ്. അടുത്തത് ബൊലീവിയൻ സൺസെറ്റാണ്. ഇതിന് 20 രൂപയാണ് വില വരുന്നത്. അടുത്തത് ഏഞ്ചൽ ബിഗോണിയയാണ്. ഇതിൻ്റെ തൈകൾക്ക് 20 രൂപയാണ് വില വരുന്നത്. ഇത് വലിയ പൂക്കളാണ് സാധാ ബിഗോണിയയിൽ നിന്നും. ഇതാണ് അതിൻ്റെ തൈകൾ. അടുത്തത് സാൽവിയയാണ്. സാൽവിയയുടെ തൈകൾക്ക് 25 രൂപയാണ് വില വരുന്നത്. എപ്പോഴും പൂ തരുന്ന ചെടിയാണ്. അടുത്തത് നമ്മുടെ വയലറ്റ് ജാസ്മിൻ ആണ്. എപ്പോഴും ഒരിക്കലും പൂ ഒഴിയാറില്ല. എപ്പോഴും പൂവോട് നിൽക്കുന്ന ചെടിയാണ്. 30 രൂപയാണ് ഈ തൈകൾക്ക് വരുന്നത്. അടുത്തത് ഒരു ഫിലോഡെൻഡ്രോൺ ആണ്. വലിയ ഇലകളുള്ള ഫിലോഡെൻഡ്രോൺ ആണ്. 10 രൂപയാണ് വില വരുന്നത്. അടുത്തത് നമ്മുടെ കമ്മൽ പൂവ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സിംഗപ്പൂർ ഡെയ്സി എന്ന് പറയുന്ന ചെടിയാണ്. ഇതിൻ്റെ വിത്തുകൾ ഫ്രീ ആണ്. ആവശ്യമായിട്ടുള്ളവർ ചോദിക്കുക. എല്ലാവർക്കും പ്രിയപ്പെട്ട ചെടിയായതുകൊണ്ടാണ് ഇത് ഫ്രീ നൽകുന്നത്. ഇത് നമ്മുടെ മാങ്ങാച്ചെടി എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിൽ അച്ചടി എന്നും പറയും. ഇത് വെച്ച് അച്ച് ചെയ്യുമ്പോൾ പേപ്പറിൽ അതുപോലെ നന്നായിട്ട് പതിഞ്ഞ് കിട്ടും. പൂവ് കളറും കിട്ടും. അപ്പോൾ ഇതിൻ്റെ സീഡിന് 15 രൂപയാണ് വില വരുന്നത്. അടുത്തത് നമ്മുടെ 4 മണിയാണ്. 4 മണിയുടെ വിത്തുകൾക്ക് 5 രൂപയാണ് വരുന്നത്. ഇതിലൊരു യെല്ലോ കളർ മിക്സായിട്ടുള്ള ഒരു 4 മണിയാണ്. സൈഡിലെല്ലാം യെല്ലോ കളറിൻ്റെ ഒരു ഷെയ്ഡുണ്ട്. അടുത്തത് നമ്മുടെ വെണ്ട ചെമ്പരത്തിയാണ്. ഇതിൻ്റെ സീഡിന് 15 രൂപയാണ് വില വരുന്നത്. എപ്പോഴും പൂതരും നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അടുത്തത് 3 തരം ജമന്തിയാണ്. ഇത് മിക്സഡ് സീഡായിട്ടാണ് നൽകുന്നത്. 3നും കൂടെ 15 രൂപയാണ് വരുന്നത്. 3 സീഡും കൂടെ 15 രൂപയാണ് വരുന്നത്. അടുത്തത് നമ്മുടെ രാജാറാണിയാണ്. ഇതിൻ്റെ സീഡ് ഫ്രീ ആണ്. പക്ഷേ റൂട്ടഡ് പ്ലാന്റ് ഉണ്ട്. റൂട്ടഡ് പ്ലാന്റിന് 15 രൂപയാണ് വില വരുന്നത്. ഇത് നമ്മുടെ ബജി മുളകാണ്. ബജി മുളകിൻ്റെ സീഡിന് 15 രൂപയാണ് വില വരുന്നത്. അടുത്തത് നാടൻ മുളകാണ്. ഈ നാടൻ മുളകിൻ്റെ സീഡിനും 15 രൂപയാണ് വില വരുന്നത്. അടുത്തത് നമ്മുടെ പാൽമുളക് എന്ന് പറയുന്ന വൈറ്റ് കാന്താരിയാണ്. അതിനും 15 രൂപയാണ്. സാധാ കാന്താരിയുടെ സീഡും 15 രൂപയാണ്. അടുത്ത് ഉടംകൊല്ലി എന്ന് പറയുന്ന മുളകാണ്. അതിൻ്റെ സീഡിനും 15 രൂപയാണ് വില വരുന്നത്. അടുത്തത് നമ്മുടെ അഡിനിയം സീഡ്സ് ആണ്. അഡിനിയം സീഡ്സിന് 15 രൂപയാണ് വില വരുന്നത്. അടുത്തത് നിക്കി റോസ് ആണ്. നിക്കി റോസിൻ്റെ വിത്തുകൾക്കും 15 രൂപയാണ് വില വരുന്നത്. ഇത് സ്റ്റാർ കലാത്തിയാണ്. സ്റ്റാർ കലാത്തിയയിൽ എപ്പോഴും പൂക്കളുണ്ടാകും.
ഇതിൻ്റെ റൂട്ടഡ് തൈകൾക്ക് 20 രൂപയാണ് വില വരുന്നത്. സ്റ്റാർ കലാത്തിയയാണ്. ചെടികൾ ആവശ്യമായ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ഇത് കുറ്റിമുല്ലയാണ്. കുറച്ച് തൈകളേ ഉള്ളൂ. 25 രൂപയാണ് കുറ്റിമുല്ലയുടെ തൈകൾക്ക് വില വരുന്നത്. അടുത്തത് മണിമുല്ലയാണ്. മണിമുല്ലയുടെ തൈകൾക്ക് 25 രൂപയാണ് വില വരുന്നത്. ഒരു ക്രീപ്പറാണ്, നിറച്ച് പൂക്കളുണ്ടാകും. അടുത്തത് മിങ് അരേലിയാണ്. ഈ മിങ് അരേലിയയ്ക്കും 20 രൂപയാണ് വില വരുന്നത്. അടുത്തത് ഒരു മിങ് ഗോൾഡൻ അരേലിയാണ്. ഇതിൻ്റെ തൈകൾക്ക് 25ആണ്. നല്ല ഭംഗിയായി ചട്ടിയിൽ ബുഷായിട്ട് നിൽക്കുന്ന ചെടിയാണ്. അടുത്തത് ജെറേനിയ അരേലിയാണ്. ഇതിൻ്റെ തൈകൾക്കും 25 രൂപയാണ് വില വരുന്നത്. അടുത്തത് നമ്മുടെ വെരിഗേറ്റഡ് അരേലിയാണ്. ഇതിൻ്റെ തൈകൾക്ക് 20 രൂപയാണ് വില വരുന്നത്. അടുത്തത് നമ്മുടെ സാധാരണ പച്ച അരേലിയയാണ്. അതിന് 15 രൂപയാണ് വില വരുന്നത്. അടുത്തത് നമ്മുടെ ഗോൾഡൻ അരേലിയയാണ്. അതിൻ്റെ തൈകൾക്ക് 20 രൂപയാണ് വില വരുന്നത്. ഇത് തണലത്തിരുന്നുകൊണ്ടാണ് ഈ കളറിലിരിക്കുന്നത്. ഇത് ഗോൾഡൻ അരേലിയുടെ തൈകളാണ്. 20 രൂപയാണ് വില വരുന്നത്. അടുത്തത് നമ്മുടെ കലാത്തിയയാണ്. ഈ കലാത്തിയയുടെ തൈകൾക്ക് 25 രൂപയാണ് വില വരുന്നത്. അടുത്തത് ഒരു ഗ്രൗണ്ട് ഓർക്കിഡാണ്. ഈ ഗ്രൗണ്ട് ഓർക്കിഡിന് 50 രൂപയാണ് വില വരുന്നത്. അടുത്തത് നമ്മുടെ ഹവേലിയയാണ്. കുറച്ച് തൈകളേ ഉള്ളൂ. 20 രൂപയാണ് വില വരുന്നത്. അടുത്തത് ഒരു ഇലച്ചെടിയാണ്. റൂട്ടഡ് ആയിട്ടുള്ള തൈകൾക്ക് 30 രൂപയാണ് വില വരുന്നത്. ഇതിനും കുറച്ച് തൈകളേ ഉള്ളൂ. അടുത്തത് നമ്മുടെ സീഡന്താമം എന്ന് പറയുന്ന ഒരു മുല്ലയാണിത്. ഒരു ചെടിയാണ്. ഇതിൻ്റെ തൈകൾക്ക് 20 രൂപയാണ് വില വരുന്നത്. നല്ല പൂക്കളോട്, ഇലകൾക്കാണ് ഭംഗി, പൂക്കളും നല്ല ഭംഗിയാണ്. ഇതാണ് അതിൻ്റെ തൈകൾ. അടുത്തതായി മഞ്ഞപ്പൂക്കൾ തരുന്ന, ദിവസവും നിറച്ച് പൂക്കൾ തരുന്ന ഒരു മഞ്ഞ പൂവുള്ള ചെടിയാണ്. ഇതിൻ്റെ റൂട്ടഡ് തൈകൾക്ക് 20 രൂപയാണ് വില വരുന്നത്. അടുത്തത് നമ്മുടെ നല്ല ഭംഗിയുള്ള റോസാണ്. ഇതിൻ്റെ കട്ടിങ്സാണ് നൽകുന്നത്. 10 രൂപയാണ് വില വരുന്നത്. ഇത് നമ്മുടെ നാടൻ റോസാണ്. 3 ദിവസമായിട്ട് 3 കളറിലാണ് ഇത് നിൽക്കുന്നത്. ഇത് 2ാമത്തെ ദിവസം ആയതാണ്. അപ്പോൾ മഴയായത് കാരണം പൂക്കളെല്ലാം പൊഴിഞ്ഞു പോയി. നല്ല നാടൻ റോസാണ്. ഇത് സ്പൈഡർ പ്ലാന്റ് 10 രൂപയാണ് വില വരുന്നത്. അടുത്തത് നമ്മുടെ മണിക്കണിക്കൊന്നയാണ്. 30 രൂപയാണ് വില വരുന്നത്. അടുത്തത് ഗോൾഡൻ പ്ലം എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇതിന് 30 രൂപയാണ് ഇതിൻ്റെ തൈകൾക്ക് വില വരുന്നത്. അടുത്തത് നമ്മുടെ മൈലാഞ്ചിയാണ്. ഔഷധക്കൂട്ടുള്ള മൈലാഞ്ചിയാണ്. 15 രൂപയാണ് വില വരുന്നത്. അടുത്തത് നമ്മുടെ കറിനാരകമാണ്. ഈ നാരകത്തിൻ്റെ തൈക്ക് 25 രൂപയാണ്. നമ്മൾ മാതളം നാരങ്ങയെന്നും കറിനാരക എന്ന് പറയുന്നതാണ്. അടുത്തത് വൈറ്റ് കനകാംബരമാണ്. 20 രൂപയാണ് തൈകൾക്ക് വരുന്നത്. അടുത്ത ഓറഞ്ച് കനകാംബരമാണ്. അതിൻ്റെ തൈകൾക്ക് 20 രൂപയാണ് വില വരുന്നത്. അടുത്തത് ഒരു കലേഡിയമാണ്. ഇതിന് 15 രൂപയാണ് വില വരുന്നത്. അടുത്തത് നമ്മുടെ അലമാൻഡ, ചെറിയ ഇലകളുള്ള അലമാൻഡയാണ്. 20 രൂപയാണ് വില വരുന്നത്. അടുത്തത് നമ്മുടെ ബൊഗെയിൻ വില്ലയാണ്. നല്ല കളറുള്ള പൂക്കളുള്ള ചെടിയാണ്. ചെറിയ ഇതിലുള്ള ചെടിയാണ്. 70 രൂപയാണ് വില വരുന്നത്. ഈ ബൊഗെയിൻ വില്ലയുടെ തൈകൾക്ക് 50 രൂപയാണ് വില വരുന്നത്. വലിയ തൈകളാണ്. 50 രൂപയാണ് വില വരുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല കമൻസുകൾ രേഖപ്പെടുത്തുക. അടുത്തത് നമ്മുടെ ബ്ലൂ ഇക്സോറയാണ്. ഇതിൻ്റെ തൈകൾക്ക് 20 രൂപയാണ് വില വരുന്നത്. അടുത്തത് നൈറ്റ് ക്യൂനാണ്. നല്ല മണമുള്ള പൂക്കളാണ്. 30 രൂപയാണ് വില വരുന്നത്. അടുത്തത് തുമ്പോർജിയ എന്ന് പറയുന്ന ചെടിയാണ്. ഇതിൻ്റെ തൈകൾക്ക് 25 രൂപയാണ് വില വരുന്നത്. നല്ല നീല പൂക്കളാണ്. നല്ല ഒത്തിരി ഉണ്ടാകാറുണ്ട്. അടുത്തത് ചൈനീസ് പെർഫ്യൂമാണ്. ഇതിൻ്റെ തൈകൾക്ക് 30 രൂപയാണ് വില വരുന്നത്. ചൈനീസ് പെർഫ്യൂമിൻ്റെ തൈകൾക്ക് 30 രൂപയാണ്. അടുത്ത് യെല്ലോ രാജമല്ലിയാണ്.
ഇതിൻ്റെ തൈകൾക്ക് 35 രൂപയാണ് വില വരുന്നത്. കുറച്ച് തൈകളേ ഉള്ളൂ. അടുത്തത് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ്. ഇതിൻ്റെ തൈകൾക്ക് 20 രൂപയും സീഡ്സിന് 15 രൂപയുമാണ് വില വരുന്നത്. അടുത്തത് നമ്മുടെ നാടൻ നീലാംബരിയാണ്. ഇതിന് 20 രൂപയാണ് വില വരുന്നത്. അടുത്തത് ഗോൾഡൻ കാസ്കേഡാണ്. നല്ല ഗോൾഡൻ കളറിൽ തൂങ്ങി നിൽക്കുന്ന പൂക്കളാണ്. 40 രൂപയാണ് ഇതിൻ്റെ തൈക്ക് വരുന്നത്. അടുത്തത് ഐസ്ക്രീം പ്ലാന്റ് എന്ന് പറയുന്ന ഇഞ്ചി വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഇതിൻ്റെ തൈക്ക് 20 രൂപയാണ് വില വരുന്നത്. അടുത്തത് ഒരു തരം ഗ്രാസ് ആണ്. സാധാ ഗ്രാസിൽ നിന്നും അല്പോടെ ഇലകൾ വലുതായിട്ടുള്ള ഗ്രാസാണ്. 10 രൂപയാണ് വില വരുന്നത്. അടുത്തത് ഹെലിക്കോണിയയാണ്. 25 രൂപയാണ് വില വരുന്നത്. അടുത്തത് കല്യാണ സൗഗന്ധ്യമാണ്. അതിന് 20 രൂപയാണ് വില വരുന്നത്. ചെടികൾ ആവശ്യമായവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല കമൻസുകൾ രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.